ഇവനെന്തിനാ വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത്? അമ്മ വഴക്കൊന്നും പറയണ്ട, നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. മോളുവാ. രണ്ടാളും കാറിലവിടെ പോയതാ? ദൂരെ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുവാണോ? അല്ലെങ്കിലേ ഞങ്ങള് സച്ചി സാറിന്റെ വീട്ടിൽ പോയതാ. സോനു ചാവി. തിരിച്ചു വരാൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വണ്ടി വിട്ട് വന്നതാ. നീ ചെന്ന് വാതിൽ തുറക്ക്. സച്ചി സാറിന്റെ വീട്ടിലെന്താ വിശേഷിച്ച്? നിനക്ക് എന്തൊക്കെ അറിയണം സുധാ? സച്ചി സാറിന്റെ മോൻ ജയിലിലാണെന്ന് നിനക്ക് അറിയാലോ. ഞങ്ങൾ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയതാ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ ശരി. അല്ല, നീ ഇപ്പൊ എന്താ വന്നേ? നിന്റെ മകള് വല്ല നല്ല തീരുമാനം എടുത്തോ? അവൾ എന്ത് തീരുമാനം എടുക്കാനാ സുശീലേ? സത്യം പറഞ്ഞ അവൾ എന്തും ചെയ്യും. നീ അവനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മേ, ഞാൻ മോളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് ചായ എടുത്താൽ മതിയല്ലോ അല്ലേ? ഇപ്പൊ എന്തിനാടി ചായ? നമ്മളവിടെ ചായ കുടിച്ചിട്ടില്ലേ ഇറങ്ങിയത്? അല്ലമ്മേ, സുധനങ്ങളിന് ചായ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓ, അത് ഞാൻ മറന്നു. സുധന് ചായ വേണോ? വേണ്ട മോളെ, അങ്കിളിന് ഇനി ഒന്നും വേണ്ട. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങും. ശരി, നീ കൊച്ചിനെ കൊണ്ടേ മുറി കടത്ത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് സുധ? സത്യൻ പ്രതിഭയോട് പറയണമല്ലേ, അവളുടെ വയറ്റിൽ വളരുന്ന ദുശ്ശകുനത്തെ ഇല്ലാതാക്കാൻ. അതവൻ പറയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ സുധ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സുശീലെ? സത്യൻ മോളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതേ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറഞ്ഞോണ്ടാ. ആഹാ. എന്നിട്ടിപ്പ അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഓ, അവൻ വീട്ടിൽ വരാത്തതിൽ മോള് വലിയ സങ്കടത്തിലെ സുശീലെ. അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. അല്ല, അവൻ അങ്ങോട്ട് വരാതായിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ സുധ. അതിനിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം എന്താ? അല്ല, സത്യൻ അവന്റെ ജോലിക്ക് പോണ്ടേ? 24 മണിക്കൂറും ഭാര്യയുടെ അടുത്തിരുന്നാ മതിയോ? സച്ചി സാർ അവനെ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുക. ഇനി അവധി ദിവസം അല്ലാതെ മോളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ലെന്ന് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അതെ, ഞങ്ങൾ രാവിലെ പോയതാ സുധ. എനിക്കൊന്ന് നടന്നു ഓർക്കണം. വേറൊന്നും പറയാനില്ലെങ്കിൽ ഇറങ്ങിക്കോ. സുശീലെ, എന്നെയും എന്റെ മോളെയും ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. ചേടാ, ഒന്നുകിൽ സത്യൻ അവിടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ പ്രതിഭയെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആഹാ, അതെന്താ സുധ? നിന്റെ മോളെ ഇത്ര വേഗം നിനക്ക് മടുത്തോ? എന്തായാലും എന്റെ ആൺമക്കളെ ഞാൻ അച്ചുവെട്ടി പൊറപ്പിക്കുന്നു നീ കരുതണ്ട. പിന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം, അതില് സുശീലയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ: ആ ശാപജന്മത്തെ ഇല്ലാതാക്കുക. അതല്ലാതെ ഒരു ഒത്തുതീർപ്പിന് നീ ഇനി ഇങ്ങോട്ട് വരണ്ട സുധ. വന്നിട്ട് ഒരു കാര്യവും ഇല്ല. അല്ല, എന്താ പെട്ടെന്നൊരു കോഫി കുടിക്കാൻ തോന്നിയത്? സത്യത്തിൽ ഞാനത് ചോദിക്കാനിരുന്നതാ. പിന്നെന്താ ചോദിക്കാതിരുന്നേ? അനു എന്ത് കരുതുന്നു വിചാരിച്ച? മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയണം. അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. കഴിക്കാൻ എന്താ വേണ്ടേ? 2 കോഫി. സ്നാക്സ് എന്താ ഉള്ളേ? ഇപ്പൊ വേറൊന്നും വേണ്ട, എനിക്ക് കോഫി മാത്രം മതി. അപ്പൊ പിന്നെ അത് മതി, പെട്ടെന്നായിക്കോട്ടെ. ആ ശരി. ഞാനൊരു കാര്യം സംസാരിക്കാൻ കൂടിയായിരുന്നു. എന്താണു? ഹർഷയെ പിന്നീട് കണ്ടിരുന്നു. പിന്നീടെന്ന് വെച്ചാ? ഹോസ്പിറ്റലില് ഇന്ദ്രേട്ടനും അമ്മയും അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതും, ഹർഷയുടെ കുഞ്ഞിനെ ഇന്ദ്രേട്ടൻ ആദ്യം കയ്യിൽ വാങ്ങിയതും ഒക്കെ ഞാൻ അറിഞ്ഞു. ഹർഷ ഹോസ്പിറ്റല് വിട്ട ശേഷം പോയി കണ്ടിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഹോസ്പിറ്റലിൽ പോലും ഞാൻ പോയത്. പിന്നെ ഒരു ധൈര്യത്തിന് കൂടെ നിൽക്കണമെന്ന് രവി എന്നോട് പറഞ്ഞു. അവര് വാർഡിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ഹർഷയെ കൊണ്ടിനി ഉപയോഗമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിയപ്പോ അമ്മ അവളെ കൈവിട്ടല്ലേ? അതെ. പിന്നെ
ഒരു കണക്കിന് അത് നന്നായി. അമ്മ എന്നെ പിന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകില്ലല്ലോ. വലിയ നന്ദികേടല്ലേ ഇന്ദ്രേട്ട അമ്മ കാണിച്ചത്? ഒന്നുമില്ലേലും നമ്മളെ തമ്മിൽ അകറ്റാൻ അമ്മ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഹർഷയായിരുന്നില്ലേ? അമ്മയ്ക്ക് വേണ്ടി സ്വന്തം വയറ്റി വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം വരെ മാറ്റി പറയാനായിട്ട് ഹർഷ തയ്യാറായതല്ലേ? ആർക്കു വേണ്ടിയും ഒരു പെണ്ണും അത്ര വലിയ പാപം ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ശിക്ഷ ഹർഷയ്ക്കിപ്പോൾ കിട്ടിയത്. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ അതിനെ പ്രേരിപ്പിക്കുന്നതും വലിയ പാപ ഇന്ദ്രേട്ട. ഹർഷയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഇന്ദ്രേട്ടന്റെ അമ്മയും അവരുടെ ജോത്സ്യനെയും ഞാൻ പോലും വിശ്വസിച്ചു പോയേനെ. സത്യം എന്നായാലും വിജയിക്കുന്നു പറയുന്നത് ഇതാണ് അനു. ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സ് ഹർഷയുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ആൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മനുഷ്യൻ ഞാനായിരുന്നു. ജാതകവശാൽ എനിക്കൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടാവുമെന്ന് യോഗം ഉണ്ടായിരിക്കാം. ആ കുഞ്ഞ് അനുവിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. മതി ഇന്ദ്രേട്ട, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. കോഫി കുടിക്കും. അതെ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടെ? അത് ഞാൻ വഴിയെ പറയാം.